قُل لَّن يُصِيبَنَا إِلَّا مَا كَتَبَ اللَّهُ لَنَا هُوَ مَوْلَانَا وَعَلَى اللَّهِ فَلْيَتَوَكَّلِ الْمُؤْمِنُونَ. അവരോട് പറയുക, അല്ലാഹു വിധിച്ചതല്ലാതെ ഒന്നും തന്നെ ഞങ്ങൾക്ക് സംഭവിക്കുന്നതല്ല. അല്ലാഹു മാത്രമാകുന്നു ഞങ്ങളുടെ രക്ഷകൻ. വിശ്വാസികൾ അവനിൽ മാത്രം ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. ദുനിയാ പൂജകന്റെയും ദൈവഭക്തന്റെയും മനോഭാവത്തിലുള്ള അന്തരമാണിവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ലൗകികൻ എന്തു പ്രവർത്തിക്കുന്നതും സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രമായിരിക്കും. അതാകട്ടെ ഏതാനും ലൗകിക ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തെ ആശ്രയിച്ചുമിരിക്കും. ലക്ഷ്യം സഫലമാകുമ്പോൾ അവൻ മതിമറന്നാഹ്ലാദിക്കും. പരാജയപ്പെടുമ്പോൾ നിരാശനായി തളർന്നു പോവുകയും ചെയ്യും. ഭൗതിക കാര്യങ്ങളായിരിക്കും അവന്റെ സർവാവലംബം. അവ അനുകൂലമാണെങ്കിൽ പരമസംതൃപ്തൻ, പ്രതികൂലമാണെങ്കിലോ മനക്കരുത്ത് പാടെ ചോർന്നു പോകുന്നു. എന്നാൽ യഥാർത്ഥ ദൈവഭക്തൻ ദൈവപ്രീതി കാക്ഷിച്ച് മാത്രമാണ് പ്രവർത്തിക്കുക. കർത്തവ്യനിർവഹണത്തിൽ സ്വന്തം ശക്തിയോ ഭൗതിക മാധ്യമങ്ങളോ ആയിരിക്കില്ല, അല്ലാഹു മാത്രമായിരിക്കും അവൻ അവലംബം. സത്യമാർഗത്തിൽ വിപത്തുകൾ വന്നു ഭവിച്ചാലും മേൽക്കുമേൽ വിജയം കൈവരിച്ചാലും ദൈവഹിതമനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നതെന്നവൻ മനസ്സിലാക്കുന്നു. വിപത്ഘട്ടത്തിൽ മനസാന്നിധ്യം നഷ്ടപ്പെടുത്തുകയോ വിജയലബ്ധിയിൽ ഗർവിഷ്ഠനാകുകയോ ചെയ്യുകയില്ല. എന്തുകൊണ്ടെന്നാൽ രണ്ടും അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന് അവൻ അറിയാം. ദൈവികമായ ഈ പരീക്ഷണത്തെ നല്ല നിലയിൽ തരണം ചെയ്യണമെന്നായിരിക്കും ഏതവസ്ഥയിലും അവന്റെ ചിന്ത. മുമ്പിലുള്ളത് ലൗകിക ലക്ഷ്യങ്ങളല്ലാത്തതിനാൽ ആ മാനദണ്ഡം വെച്ചല്ല അവൻ ജയവും പരാജയവും അളക്കുക. ദൈവപ്രീതിയാണ് അവന്റെ മുമ്പിലുള്ള ഒരേ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യവുമായുള്ള അകൽച്ചയുടെയും അടുപ്പത്തിന്റെയും മാനദണ്ഡം ലൗകികമായ വിജയപരാജയങ്ങളല്ല. ദൈവം തന്നിലർപ്പിച്ച ഉത്തരവാദിത്വം തന്റെ ദേഹവും ധനവും ഉപയോഗിച്ച് എത്രത്തോളം നിർവഹിച്ചുവെന്നത് മാത്രമാണ്. ഈ കർത്തവ്യം യഥോചിതം നിറവേറ്റിയിട്ടുണ്ടെങ്കിൽ ഐഹിക ദൃഷ്ട്യാ പൂർണ്ണ പരാജയമാണ് സംഭവിച്ചതെങ്കിൽ പോലും അവന് അത് പ്രശ്നമല്ല. ദൈവമാർഗത്തിൽ ജീവിതം മുഴുവൻ ബലിയർപ്പിച്ചതിന്റെ പ്രതിഫലം ദൈവം പാഴാക്കുകയില്ലെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ട്. അവന്റെ അവലംബം ഭൗതികോപാധികളല്ലാത്തതിനാൽ സാഹചര്യത്തിന്റെ അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങൾ അവനെ അഹങ്കാരിയോ ആശയറ്റവനോ ആക്കുന്നില്ല. കാര്യകാരണ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവാണ് അവന്റെ സർവാവലംബമെന്നിരിക്കെ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും അല്ലാഹുവിൽ വിശ്വാസമർപ്പിച്ച് നിശ്ചയദാർഢ്യത്തോടെ അവൻ പ്രവർത്തിക്കുന്നു. ലൗകികന്മാർക്കാകട്ടെ അനുകൂല സാഹചര്യങ്ങളിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ചുരുക്കത്തിൽ ദുനിയാ പൂജകരായ വിശ്വാസികളോട് ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കണമെന്ന് അല്ലാഹു അറിയിക്കുകയാണിവിടെ. നിങ്ങളുടെ നിലപാടും ഞങ്ങളുടെ നിലപാടും തമ്മിൽ മൗലികമായ അന്തരമുണ്ട്. നിങ്ങളുടെ സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും നിയമങ്ങൾ വേറെ, ഞങ്ങളുടേത് വേറെ. قُلْ هَلْ تَرَبَّصُونَ بِنَا إِلَّا إِحْدَى الْحُسْنَيَيْنِ وَنَحْنُ نَتَرَبَّصُ بِكُمْ أَن يُصِيبَكُمُ اللَّهُ بِعَذَابٍ مِّنْ عِندِهِ أَوْ بِأَيْدِينَا فَتَرَبَّصُوا إِنَّا مَعَكُمْ مُتَرَبِّصُونَ. അവരോട് പറയുക, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത് രണ്ട് നന്മകളിൽ ഒരു നന്മയല്ലാതെ മറ്റെന്താണ്? നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതോ അല്ലാഹു നേരിട്ടോ ഞങ്ങളുടെ കരങ്ങളാലോ നിങ്ങളെ ശിക്ഷിക്കുമെന്നതത്രേ. ശരി, ഇനി നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, നിങ്ങളോടൊപ്പം ഞങ്ങളും കാത്തിരിക്കാം. കപടവിശ്വാസികൾ പതിവ് പോലെ ഈ സന്ദർഭത്തിലും ഇസ്ലാമും കുഫറും തമ്മിലുള്ള സംഘട്ടനത്തിൽ പങ്കെടുക്കാതെ തികഞ്ഞ വിവേകമെന്ന് തങ്ങൾ കരുതുന്ന നയമനുസരിച്ച് മാറിയിരുന്ന് ഫലം വീക്ഷിക്കുകയായിരുന്നു. എന്തായിരിക്കാം യുദ്ധത്തിന്റെ അന്ത്യം? നബിയും അനുയായികളും വിജയിച്ചു തിരിച്ചു വരുമോ, അതോ റോമിനോട് ഏറ്റുമുട്ടി ഛിന്ന ഭിന്നമാകുമോ? ഇതാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത്. മറുപടിയായി അവരോട് പറയുകയാണ്, രണ്ട് പരിണാമങ്ങളിൽ രണ്ടാമത്തേതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവ രണ്ടും ഒരേപോലെ ഗുണകരമാണ്.
യുദ്ധം ജയിക്കുന്ന പക്ഷം ഗുണം പറഞ്ഞറിയിക്കേണ്ടതില്ല. അഥവാ സത്യമാർഗത്തിൽ ആത്മാർപ്പണം ചെയ്ത് അവസാനത്തെ ഭടനും മരിച്ചു വീണുവെന്നിരിക്കട്ടെ, ലൗകിക ദൃഷ്ടിയിൽ അങ്ങേയറ്റം പരാജയപ്പെട്ടുവെങ്കിലും യഥാർത്ഥത്തിൽ അതും മഹത്തായ നന്മ തന്നെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം കീഴടക്കലോ ഭരണം സ്ഥാപിക്കലോ അല്ല സത്യവിശ്വാസിയുടെ വിജയത്തിന്റെ മാനദണ്ഡം. അതൊന്നും സാധിച്ചില്ലെങ്കിൽ പരാജയപ്പെട്ടുവെന്നർത്ഥവുമില്ല. തന്റെ ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികവുമായ എല്ലാ കഴിവുകളും ദൈവവാക്യം ഉയർത്തുന്നതിൽ സമർപ്പിച്ചു എന്നതു മാത്രമാണിവിടെ പരിഗണനീയം. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ കൃതാർത്ഥനായി. ലോകദൃഷ്ടിയിൽ അവന്റെ നേട്ടം പൂജ്യമായിരിക്കാമെങ്കിലും. قُلْ أَنفِقُوا طَوْعًا أَوْ كَرْهًا لَّن يُتَقَبَّلَ مِنكُمْ إِنَّكُمْ كُنتُمْ قَوْمًا فَاسِقِينَ. അവരോട് പറയുക, നിങ്ങളുടെ ധനം സ്വമനസ്സാലെയോ മനസ്സില്ലാതെയോ ചെലവഴിച്ചുകൊള്ളുക. എങ്ങനെയായാലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അധർമ്മകാരികളാകുന്നു. സ്വയം അപകടത്തിലേക്ക് എടുത്തുചാടാൻ തയ്യാറല്ലാതിരുന്ന കപടവിശ്വാസികളിൽ ചിലർ യുദ്ധസംരംഭത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാനും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ചെയ്യുന്നത് സമുദായ ദൃഷ്ടിയിൽ തങ്ങളെ പാടെ വിലകെടുത്തിക്കാട്ടുമെന്നും തങ്ങളുടെ കാപട്യം നഗ്നമായി പ്രകടിപ്പിക്കലാകുമെന്നും അവർക്കറിയാമായിരുന്നു. അതിനാൽ അവർ സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്നാവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യുദ്ധത്തിന് സാമ്പത്തിക സഹായം നൽകാൻ അവർ സന്നദ്ധത പ്രകടിപ്പിക്കുകയുണ്ടായി. അതാണിവിടെ സൂചിപ്പിക്കുന്നത്. وَمَا مَنَعَهُمْ أَن تُقْبَلَ مِنْهُمْ نَفَقَاتُهُمْ إِلَّا أَنَّهُمْ كَفَرُوا بِاللَّهِ وَبِرَسُولِهِ وَلَا يَأْتُونَ الصَّلَاةَ إِلَّا وَهُمْ كُسَالَى وَلَا يُنْفِقُونَ إِلَّا وَهُمْ كَارِهُونَ. അവരുടെ ദാനങ്ങൾ തള്ളപ്പെടുന്നതിനുള്ള കാരണം അവർ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും നിഷേധിച്ചതും നമസ്കാരത്തിന് ഹാജരാകുമ്പോൾ അലസരായി മാത്രം ഹാജരാകുന്നതും ദൈവിക മാർഗത്തിൽ വ്യയം ചെയ്യുമ്പോൾ വൈമനസ്യത്തോടെ മാത്രം വ്യയം ചെയ്യുന്നതുമല്ലാതെ മറ്റൊന്നുമല്ല. فَلَا تُعْجِبْكَ أَمْوَالُهُمْ وَلَا أَوْلَادُهُمْ إِنَّمَا يُرِيدُ اللَّهُ لِيُعَذِّبَهُم بِهَا فِي الْحَيَاةِ الدُّنْيَا وَتَزْهَقَ أَنفُسُهُمْ وَهُمْ كَافِرُونَ. അവരുടെ സമ്പത്തും പ്രതാപവും സന്താനാധിക്യവും നിന്നെ കൗതുകപ്പെടുത്തേണ്ടതില്ല. അവ മുഖേന ഐഹിക ജീവിതത്തിൽ തന്നെ അവരെ ശിക്ഷയിലകപ്പെടുത്തണമെന്നും സത്യനിഷേധികളായി തന്നെ അവർ ജീവൻ വെടിയണമെന്നുമത്രേ അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അതായത് സമ്പത്തിനോടും സന്താനങ്ങളോടുമുള്ള അനുരാഗത്തിന്റെ തടവുകാരാവുക മൂലം കപടവിശ്വാസപരമായ നിലപാട് സ്വീകരിച്ചതിനാൽ അവർ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ദ്യരും നീചരുമായി തീരും. അറേബ്യൻ ജനതയിൽ ഇതേവരെ അവർക്കുണ്ടായിരുന്ന നേതൃത്വവും ആഢ്യത്വവും അന്തസ്സും കുലീനതയുമെല്ലാം പുതിയ ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥിതിയിൽ തകർന്നു മണ്ണടിയും. നിസ്സാരന്മാരായ അടിമകളും ഇടയന്മാരും സാധാരണക്കാരായ കൃഷിപ്പണിക്കാരും കൂലിവേലക്കാരും തങ്ങളുടെ വിശ്വാസത്തിൽ നിഷ്കളങ്കത തെളിയിച്ച് പുതിയ വ്യവസ്ഥിതിയിൽ സ്ഥാനമാനങ്ങൾ നേടും. അപ്പോൾ സ്വാർത്ഥന്മാരായ ഗോത്രത്തലവന്മാർ അപമാനിതരായി തരം താണുപോകും. ഈ സ്ഥിതിവിശേഷത്തെ ചിത്രീകരിക്കുന്ന രസകരമായൊരു സംഭവം ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ നടക്കുകയുണ്ടായി. സുഹൈലുബ്നു അംറും ഹാരിസുബ്നു ഹിഷാമും ഉൾപ്പെടെ ഏതാനും ഖുറൈശി പ്രമുഖന്മാർ ഉമറിനെ കാണാൻ വന്നു. അൻസ്വാറുകളിലും മുഹാജിറുകളിലും പെട്ട കേവലം സാധാരണക്കാരായ വല്ലവരും സദസ്സിൽ കയറി വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരെ അരികിൽ വിളിച്ചിരുത്തുകയും അവർക്കായി സ്ഥലമൊഴിവാക്കാൻ ഖുറൈശി തലവന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. അല്പസമയത്തിനകം സുഹൈലും കൂട്ടരും സദസ്സിന്റെ ഏറ്റവും പിൻഭാഗത്തെത്തി. പുറത്തു കടന്ന ശേഷം ഹാരിസുബ്നു ഹിഷാം കൂട്ടുകാരോട് പറഞ്ഞു, ഇന്ന് നമ്മോട് ഉമർ പെരുമാറിയ രീതി നിങ്ങൾ കണ്ടുവല്ലോ. സുഹൈൽ മറുപടി നൽകി,
ഇതിൽ ഉമറിന്റെ പക്കൽ ഒരു തെറ്റുമില്ല. തെറ്റ് നമ്മുടേതാണ്. ഇസ്ലാമിലേക്കുള്ള ക്ഷണം ലഭിച്ചപ്പോൾ നാം മുഖം തിരിച്ചു കളയുകയാണുണ്ടായത്. ഇവരാകട്ടെ അതിലേക്ക് ആവേശത്തോടെ ചെന്നു ചേരുകയും ചെയ്തു. തുടർന്ന് ഇരുവരും വീണ്ടും ഉമറിന്റെ സന്നിധിയിൽ ഹാജരായി ഇപ്രകാരം ബോധിപ്പിച്ചു: ഇന്ന് ഞങ്ങൾ താങ്കളുടെ പെരുമാറ്റം കണ്ടു. ഞങ്ങളുടെ തന്നെ വീഴ്ചയുടെ ഫലമാണതെന്ന് ഞങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ അതിന് വല്ല പ്രതിവിധിയുമുണ്ടോ? ഉമർ വാക്കാൽ ഒരു മറുപടിയും നൽകിയില്ല. മറിച്ച് റോമ അതിർത്തിയിലേക്ക് വിരൽ ചൂണ്ടുക മാത്രം ചെയ്തു. യുദ്ധരംഗത്ത് ജീവനും ധനവും ത്യാഗം ചെയ്താൽ ഒരു വേള നഷ്ടപ്പെട്ട സ്ഥാനം വീണ്ടെടുക്കാമെന്നായിരുന്നു അതിനർത്ഥം. ഈ അപമാനത്തിന് പുറമെ തങ്ങളിൽ സ്വയം വളർത്തിക്കൊണ്ടുവന്ന കപടവിശ്വാസപരമായ സ്വഭാവ ദൂഷ്യങ്ങളുടെ ഫലമായി യഥാർത്ഥ വിശ്വാസം കൈക്കൊള്ളാനുള്ള ഭാഗ്യം പോലും അന്ത്യനിമിഷം വരെ അവർക്കുണ്ടാവില്ല. ഇഹലോകം നഷ്ടപ്പെടുത്തിയ ഇക്കൂട്ടർ പരലോകത്തെ പാടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടം വിട്ടുപോവുക. ഈ മഹാദുരന്തത്തെയാണ് സത്യനിഷേധികളായി തന്നെ അവർ ജീവൻ വെടിയണമെന്ന ദൈവവചനം കൊണ്ട് സൂചിപ്പിക്കുന്നത്. وَيَحْلِفُونَ بِاللَّهِ إِنَّهُمْ لَمِنكُمْ وَمَا هُمْ مِنكُمْ وَلَكِنَّهُمْ قَوْمٌ يَفْرَقُونَ. അവർ അല്ലാഹുവിനെ പിടിച്ചാണയിട്ട് പറയുന്നു, അവർ നിങ്ങളിൽപ്പെട്ടവർ തന്നെയെന്ന്. സത്യത്തിലോ അവരൊരിക്കലും നിങ്ങളിൽപ്പെട്ടവരല്ല. വാസ്തവത്തിൽ അവർ നിങ്ങളെ ഭയപ്പെട്ട് കഴിയുന്ന ജനമാകുന്നു. لو يجدون ملجأ أو مغارات أو مدخلا لولوا إليه وهم يجمحون. വല്ല അഭയസ്ഥാനമോ ഗുഹകളോ ഒളിച്ചിരിക്കാൻ ഇടമോ കണ്ടെത്തുകയാണെങ്കിൽ അവർ പിന്തിരിഞ്ഞ് അങ്ങോട്ട് വിരണ്ടോടുമായിരുന്നു. മദീനയിലെ കപടവിശ്വാസികളിൽ ഏതാണ്ട് എല്ലാവരും തന്നെ പണക്കാരും പ്രായം ചെന്നവരുമായിരുന്നു. അൽ ബിദായത്തു വൻ നിഹായ എന്ന കൃതിയിൽ ഇബ്നു കസീർ അവരുടെ പട്ടിക നൽകിയിട്ടുണ്ട്. ചെറുപ്പക്കാരനായി ഒരാൾ മാത്രമേ അതിലുള്ളൂ. ദരിദ്രന്മാർ ആരുമില്ല. മദീനയിൽ ധാരാളം ഭൂസ്വത്തുക്കളുടെയും പരന്നുകിടന്ന വാണിജ്യത്തിന്റെയും ഉടമകളായിരുന്നു അവർ. ലോകപരിചയം അവരെ അവസര സേവകരാക്കി മാറ്റിയിരുന്നു. ഇസ്ലാം മദീനയിലെത്തുകയും ജനങ്ങളിൽ ഗണ്യമായൊരു വിഭാഗം തികഞ്ഞ ആത്മാർത്ഥതയോടും ഈമാനിക വികാരത്തോടും അതാശ്ലേഷിക്കുകയും ചെയ്തതോടെ തങ്ങൾ വല്ലാത്തൊരു ഊരാക്കുടുക്കിൽപ്പെട്ടതായി ഇക്കൂട്ടർ മനസ്സിലാക്കി. ഒരു വശത്ത് ഗോത്രത്തിലെ ഭൂരിപക്ഷത്തെ മാത്രമല്ല, സ്വന്തം പുത്രന്മാരെയും പുത്രിമാരെയും വരെ ഈ പുതിയ മതം വിശ്വാസത്തിന്റെ മത്തു പിടിപ്പിച്ചിരിക്കുന്നു. ഇതിനെതിരെ കുഫറിന്റെ പാളയത്തിൽ നിലയുറപ്പിക്കാമെന്ന് വെച്ചാൽ തങ്ങളുടെ നേതൃത്വവും പ്രതാപവും സ്ഥാനമാനങ്ങളും അപ്പടി നിലംപരിശാകും. സ്വന്തം ഭവനങ്ങളിൽ പോലും കുഴപ്പം തലപൊക്കാൻ സാധ്യതയുണ്ട്. മറുവശത്ത് ഇസ്ലാമിക പക്ഷത്ത് ചേരുന്നതിനർത്ഥം അറബ് ലോകത്ത് മാത്രമല്ല, ചുറ്റുപാടുമുള്ള ജനതകളോടും രാഷ്ട്രങ്ങളോടും വരെ യുദ്ധത്തിനൊരുമ്പെടുക എന്നായിരുന്നു. സത്യം സ്വയമേവ വിലപ്പെട്ടതാണെന്നോ സത്യസ്നേഹത്തിന്റെ പേരിൽ അപകടങ്ങൾ വരിക്കുകയും ജീവനും ധനവും ത്യജിക്കുകയും ചെയ്യുന്നത് സ്വയം അഭികാമ്യമാണെന്നോ ചിന്തിക്കാൻ പോലും സ്വാർത്ഥപൂജ അവരെ അനുവദിച്ചിരുന്നില്ല. ഈ വശത്തിലൂടെ പ്രശ്നത്തെ വീക്ഷിക്കാനുള്ള കഴിവ് തന്നെ അവർ നഷ്ടപ്പെടുത്തിയിരുന്നു. ലോകത്തിലേതു പ്രശ്നവും സ്വാർത്ഥതയോടെയും അവസരവാദപരമായും മാത്രം നോക്കിക്കാണാനേ അവർ ശീലിച്ചിരുന്നുള്ളൂ. അതിനാൽ സ്വതാൽപര്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല മാർഗമായി അവർക്ക് തോന്നിയത് ഇതാണ്: പ്രത്യക്ഷത്തിൽ വിശ്വാസികളെന്ന് വാദിച്ചുകൊണ്ട് സ്വന്തം അന്തസ്സും സമ്പത്തും വ്യാപാരാദികളും സംരക്ഷിക്കുക. മറുവശത്ത് ആത്മാർത്ഥമായ സത്യവിശ്വാസത്താൽ അനിവാര്യമായി തീരുന്ന അപകടങ്ങളിൽ നിന്നും കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യുക. അവരുടെ ഈ മനോഭാവത്തെ ഏറ്റവും വ്യക്തമായി എടുത്തു കാണിക്കുകയാണിവിടെ. യഥാർത്ഥത്തിൽ അവർ നിങ്ങളുടെ കൂടെയല്ല. നഷ്ടങ്ങളെ സംബന്ധിച്ച ഭയം നിങ്ങളുടെ കൂട്ടത്തിലേക്ക് അവരെ ബലാത്കാരം വലിച്ചിഴച്ചതാണ്. മദീനയിൽ താമസിക്കുമ്പോൾ അമുസ്ലിങ്ങളായി നിൽക്കുന്ന പക്ഷം അന്തസ്സും പ്രതാപവും അസ്തമിക്കും. ഭാര്യാസന്താന ബന്ധങ്ങൾ പോലും അറ്റുപോയെന്ന് വരും. ഈ ഒരു ഭയമാണ് തങ്ങളെ മുസ്ലിങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കാൻ നിർബന്ധിക്കുന്നത്. മദീന വിടുകയാണെങ്കിലോ സ്വത്തും കച്ചവടവും കൈയൊഴിക്കേണ്ടി വരും. അത്രത്തോളം നഷ്ടം സഹിക്കാനുള്ള ആത്മാർത്ഥത കുഫറിലും അവർക്കില്ല. മനമില്ലാ മനസ്സോടെ നമസ്കരിച്ചും സക്കാത്ത് പിഴയടച്ചും നിർബന്ധിതരായി മദീനയിൽ കഴിഞ്ഞുകൂടുകയെന്ന ഗതികേടിലേക്കാണ് ഈ സ്ഥിതിവിശേഷം അവരെ തള്ളിവിട്ടത്. നിരന്തര സമരം,
ശത്രുക്കളുമായുള്ള സംഘട്ടനം, ധനത്യാഗത്തിനും ആത്മത്യാഗത്തിനുമുള്ള ആഹ്വാനം തുടങ്ങിയ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ അങ്ങേയറ്റം ജാഗ്രത കാണിച്ചു. എത്രത്തോളമെന്നാൽ വല്ല മാളത്തിലോ മടയിലോ അഭയം കിട്ടുമെന്ന് കണ്ടാൽ ഓടിച്ചെന്ന് അതിൽ ചുരുളുമായിരുന്നു. وَمِنْهُمْ مَنْ يَلْمِزُكَ فِي الصَّدَقَاتِ فَإِنْ أُعْطُوا مِنْهَا رَضُوا وَإِنْ لَمْ يُعْطَوْا مِنْهَا إِذَا هُمْ يَسْخَطُونَ. പ്രവാചകരെ, അവരിൽ ചിലയാളുകൾ ധർമ്മമുതലുകൾ വിതരണം ചെയ്യുന്നതിൽ താങ്കളെ വിമർശിക്കുന്നു. അതിൽ നിന്ന് വല്ലതും കിട്ടിയാൽ അവർ സന്തുഷ്ടരാകും, കിട്ടിയില്ലെങ്കിലോ അവരത് കോപിഷ്ഠരാകുന്നു. ഒരു നിശ്ചിത തോതിൽ കൂടുതൽ ധനം കൈവശമുള്ള എല്ലാവരിൽ നിന്നും വ്യവസ്ഥാപിതമായി സക്കാത്ത് വസൂലാക്കുക എന്ന സംഭവം അറേബ്യയിൽ ഇതാദ്യത്തേതായിരുന്നു. കാർഷികോൽപ്പന്നങ്ങൾ, കന്നുകാലികൾ, കച്ചവടച്ചരക്കുകൾ, ഖനിജങ്ങൾ, സ്വർണം, വെള്ളി തുടങ്ങിയവയിൽ നിന്നെല്ലാം 2.5%, 5%, 10%, 20% എന്നീ വ്യത്യസ്ത നിരക്കുകളിൽ അത് വസൂലാക്കുകയുണ്ടായി. സക്കാത്തിന്റെ ഈ മുഴുവൻ ഇനങ്ങളും വ്യവസ്ഥാപിത രൂപത്തിൽ വസൂലാക്കുകയും ഒരേ കേന്ദ്രത്തിൽ ശേഖരിച്ച് വ്യവസ്ഥാപിതമായി വിതരണം നടത്തുകയുമാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നായി വമ്പിച്ച സമ്പത്ത് നബി തിരുമേനിയുടെ സന്നിധിയിലേക്ക് പ്രവഹിച്ചു. തിരുമേനി അത് വിതരണം നടത്തുകയും ചെയ്തു. ഈ സംഭവം അറബികളിൽ അത്യന്തം ശ്രദ്ധേയമായിരുന്നു. ഒരു വ്യക്തി മുഖേന ഇത്രയേറെ ധനം സംഭരിക്കുകയും വിതരണം നടത്തുകയും ചെയ്ത അനുഭവം ഇതിനു മുമ്പ് അവർക്കുണ്ടായിട്ടില്ല. ധനത്തിന്റെയും ധാന്യങ്ങളുടെയും ഈ കൂറ്റൻ കൂമ്പാരം കണ്ട് ദുനിയാപൂജകരായ കപടവിശ്വാസികളുടെ വായിൽ വെള്ളമൂറുന്നുണ്ടായിരുന്നു. ഈ സമ്പദ്പ്രവാഹത്തിൽ ഇറങ്ങി ദാഹം തീരുന്നതുവരെ അത് പാനം ചെയ്യാൻ അവസരം പാർത്തിരിക്കുകയായിരുന്നു അവർ. ഇവിടെയാകട്ടെ വിതരണകർത്താവ് തന്നെ ഇതിലൊരു തുള്ളി പോലും തനിക്കും ബന്ധുക്കൾക്കും പാടില്ലെന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ അദ്ദേഹത്തിൽ നിന്ന് അനർഹരായ ആർക്കും ഒരിറ്റും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ നിർവാഹമില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ നബി തിരുമേനിയുടെ സക്കാത്ത് വിതരണം കണ്ടുനിൽക്കെ കപടവിശ്വാസികൾക്ക് നെഞ്ചിടിച്ചുകൊണ്ടിരുന്നു. തിരുമേനിയുടെ പേരിൽ പലതരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ അവർ മടിച്ചില്ല. ഈ സക്കാത്ത് ധനം കൊണ്ട് കളിക്കാൻ അവസരം നൽകാത്തതിലായിരുന്നു യഥാർത്ഥത്തിൽ അവർക്ക് പരാതി. എന്നാൽ അത് മറച്ചുവെച്ച് സക്കാത്ത് വിതരണത്തിൽ ക്രമക്കേടുകളുണ്ടെന്നും അത് വിവേചനപരമാണെന്നും മറ്റും ആരോപിക്കുകയാണ് അവർ ചെയ്തത്. وَلَوْ أَنَّهُمْ رَضُوا مَا آتَاهُمُ اللَّهُ وَرَسُولُهُ وَقَالُوا حَسْبُنَا اللَّهُ سَيُؤْتِينَا اللَّهُ مِنْ فَضْلِهِ وَرَسُولُهُ إِنَّا إِلَى اللَّهِ راغبون. അല്ലാഹുവും അവന്റെ ദൂതനും നൽകിയതെന്തോ അതിൽ സംതൃപ്തരാവുകയും ഞങ്ങൾക്ക് അല്ലാഹു മതി, അവൻ തന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഇനിയും ഞങ്ങൾക്ക് വളരെയേറെ നൽകും, അവന്റെ ദൂതനും നമ്മോട് വളരെ കരുണ കാണിക്കും, ഞങ്ങൾ അല്ലാഹുവിൽ മാത്രം ആശയർപ്പിച്ചവരാകുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹുവും ദൂതനും നൽകിയതിൽ തൃപ്തരായെങ്കിൽ എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. യുദ്ധമുതലിൽ നിന്ന് തിരുമേനി അവർക്ക് നൽകുന്ന വിഹിതത്തിൽ തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് അവർ സ്വയം സമ്പാദിച്ചതിലും ദേവദത്തമായ വരുമാന മാർഗങ്ങളിലൂടെ നേടിയെടുത്ത സുഭിക്ഷതയിലും സന്തോഷിച്ചിരുന്നെങ്കിൽ ഇനിയും വളരെയധികം നൽകും എന്നതിന്റെ വിവക്ഷയാണിത്. ഗവൺമെന്റ് ഖജനാവിലെ സക്കാത്ത് ഒഴികെയുള്ള ധനത്തിൽ നിന്ന് അർഹതയനുസരിച്ച് ഇതുവരെ നടന്നതുപോലെ മേലിലും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവിൽ മാത്രം ആശയർപ്പിക്കുക എന്നാൽ ഐഹിക ജീവിതത്തിലും അതിലെ നിസ്സാര വിഭവങ്ങളിലുമല്ല, അല്ലാഹുവിലും അവന്റെ കാരുണ്യാനുഗ്രഹത്തിലുമാണ് ഞങ്ങൾക്ക് താൽപര്യം എന്നർത്ഥം. അവന്റെ പ്രീതി മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, അവനിൽ മാത്രമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ, അവൻ നൽകുന്നതിൽ ഞങ്ങൾ സംതൃപ്തരാണ് എന്നിങ്ങനെ അവർ പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.